ക്രിസ്ത്യനടക്കം വിശ്വസിക്കരുത്. അതിന്റെ യഥാർത്ഥ തെളിവ് നമ്മൾ തന്നെ. നമ്മൾ മിനുക്കി തുടച്ച് കൊണ്ടുനടക്കുന്ന ഈ ശരീരം വെയിലും മഴയും കൊള്ളാതെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ലതുപോലെ കൊണ്ടുപടുക്കുന്ന ഈ ശരീരം നമ്മൾ ചതിക്കുന്നില്ലേ? പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗങ്ങൾ വരുന്നത് അതന്നെയാണ് യഥാർത്ഥ ഉദാഹരണം. ഒരുപാട് മേഖലകളിൽ പൈസ ഇറക്കിയിട്ട് പോയ വ്യക്തിയാണ് ഞാൻ. ഈ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ 42ാമത്തെ വയസ്സിന് ശേഷം മൂപ്പർ പറഞ്ഞ മാതിരി ഭൂമി ലാൻഡ്. ഇപ്പം ഞാൻ 10 വർഷമായിട്ട് വയനാട്ടിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ചിക്കൻ സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മെറ്റീരിയൽ ചിക്കൻ കൊടുത്തിട്ട് അതിന് ഒഴിവാക്കുന്ന വേസ്റ്റ് എടുത്തിട്ട് കർണാടകയെ കൊണ്ടുപോയി പൊടിച്ചിട്ട് പൗഡറാക്കി മൃഗങ്ങൾക്ക് തീറ്റയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 10 വർഷമായിട്ട് വയനാടിനെ കുറിച്ചിട്ട് മൂപ്പത്തേക്കാട്ടിലും എനിക്ക് ഏകദേശം ഐഡിയകളുടെ ദിനം പ്രതി ടൂറിസം മേഖല ആയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്. നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിൽ ഭൂമിയിലാണ് നമ്മൾ, ഇവരെന്തോ പറയട്ടെ, ഭൂമിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും. നമ്മളതിൻ്റെ രേഖകൾ പരിശോധിച്ച് എനിക്ക് വിദ്യാഭ്യാസമില്ല, 1ാം ക്ലാസ് പോലും ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന, എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് തന്നെ നോക്കുന്ന എൻ്റെ മാനേജർമാർ പരിശോധിച്ച് രേഖ എല്ലാം റെഡിയാണെങ്കിൽ 2 ഫ്ലാറ്റ് രണ്ടെണ്ണം നമ്മൾ അതിലേക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വീണ്ടും പറയുന്നത് പരിശോധിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓക്കെ ആണെങ്കിൽ, കാരണം എന്തായാലും മൂപ്പർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയിലാണല്ലോ ചെയ്യുന്നത്. കാരണം ഞാൻ വയനാട്ടിലേക്ക് 10 കൊല്ലം മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പിന്നെ ചൂരൽമലന്റെ ഇങ്ങേ ഭാഗം നമ്മളെ മുട്ടിക്ക് പോകുന്ന റോട്ടില് അവിടെയൊക്കെ ഭൂമിക്ക് ദിനം പ്രതികള്. ഇപ്പൊ ചൂരൽമലയിലെ ഇത് വന്നതിന് ശേഷം ഭൂമിക്ക് നല്ല ഡിമാൻഡാണ്, വാടകകൾ കിട്ടാനില്ല, നമ്മൾ അത്രയും വീടുകൾ പോയല്ലോ. അപ്പൊ ദിനം പ്രതി വളരുകയാണ്. എല്ലാ ഇന്ത്യന്റെ പുറത്തുനിന്നും എല്ലാ ഭാഗങ്ങളും ടൂറിസം മേഖലയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ നമ്മള് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രയാസമായിരുന്നു, പോകില്ലായിരുന്നു. ഇന്ന് നമ്മളെ വീട്ടിലൊരു ഇന്ന് പോണാണ്. ഇന്നിപ്പോ എന്റെ വീട്ടിൽ 4 കോള് വന്നതും കുട്ടികളെയും അല്ലെങ്കിൽ കൂട്ടിയിട്ട് ടൂർ പോകാനാണ്. എന്റെ ഡ്രൈവർ വീട് പണയം വെച്ചിട്ട് ഓൾ ഇന്ത്യ അടിച്ചു. ഓൾ ഇന്ത്യ ടൂറ്, വീട് ആധാരം ബാങ്ക് കൊണ്ടുവച്ചിട്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടൂറ് ഞാൻ നമുക്കൊന്നും വീട്ടില് കുട്ടികൾ സമ്മതിക്കൂല. അപ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. അതിലേക്ക് ഇതിപ്പോ ഞാൻ കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡിസൈനിങ് ആണ്. ഇപ്പോൾ ഈ ചന്ദനത്തിൻ്റെത് മൂപ്പർ സംസാരിച്ചു. അപ്പം നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെയ്യണമെന്നൊക്കെ. അതിലേക്ക് ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഇത് എത്തിപ്പെട്ടത്. പിന്നെ നമ്മള് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്, ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴോ പോകേണ്ട ആളാണ്. അത് കേട്ടപ്പോൾ അല്ലെന്നല്ല നമുക്കൊരു ഹാപ്പായിട്ടുണ്ട്. കാരണം ഇവരെ ഞാൻ വീണ്ടും പറഞ്ഞു, ഇവരെന്തോട്ടെ, ഇവർ തരുന്ന പ്രോപ്പർട്ടി നമ്മൾ പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാലോ. പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ വീടെടുത്ത് 75 ലക്ഷം സംഗതി 15 ലക്ഷം എടുത്ത് ഞാൻ പാളി പാളി. അങ്ങനെ നീ പൊട്ടനാണ്, ഇത് 60 റുപ്യ സാധനം 75 എടുത്ത് ജിം വിട്ട് അതൊക്കെ എടുക്കട്ടെ എന്ന് വെച്ച് ഇപ്പൊ 1 കോടി റുപ്യ പറഞ്ഞു. 3 വർഷമായിട്ടുള്ളൂ. ഭൂമി അങ്ങനെയാണ്, വേറെ എന്തിനു വിട്ടാൽ എന്താ സംഭവിക്കാം, നമ്മൾ അടിയിൽ നിന്ന് അടിയിലേക്ക് പോയിരിക്കും. അപ്പൊ അത് ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ രേഖകളും പരിശോധിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്ലോട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. 75 ലക്ഷത്തിന്റെ 2 കോട്ടേജ് 1.5 കോടിയുടെ ബിസിനസ് സാധ്യതയോട് പ്രഖ്യാപിച്ചത്. ഒരു കാര്യത്തില് എവിടേക്കും ചെയർമാൻ ഉറപ്പുണ്ട്, രേഖ പരിശോധിച്ചാല് ഒരു അണുമണി അതിലൊന്നും കണ്ടെത്താൻ പറ്റില്ല, ഒക്കെ ക്ലിയർ ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, തീർച്ചയായിട്ടും അൽഹംദുലില്ലാ അതിന് അഡ്വാൻസ് നൽകുകയാണ്. അപ്പൊ എവിടേക്കും ചെയർമാനും ടോക്കൺ അടിക്കുകയാണ്. അപ്പൊ 2 കോട്ടേജ് അദ്ദേഹം പരിശോധിച്ചിട്ട് റെഡി. അത് എന്തായാലും ഒക്കെ 2 കോട്ടേജിന്റെ അഡ്വാൻസ്. താങ്ക് യു.